ഹാലലുയ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അഭിഷക്തന്മാർ എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിശ്ചലമായ സ്നേഹവന്ദനത്തെ നന്ദിയും അറിയിക്കുന്നു. ഇന്ന് എബ്രായർക്കെഴുതിയ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തു കൊണ്ടതിനാൽ കാണാതെ പോയി. അവൻ ദൈവത്തെ പ്രസാദിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ട മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കേണ്ടതല്ലോ. അപ്പം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ടെങ്കിലും നാം വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ മല പോലുള്ള പ്രതിസന്ധി ആയിരിക്കാം, കടഭാരമായിരിക്കാം, രോഗ അവസ്ഥയായിരിക്കാം, ബിസിനസ് തകർച്ചയായിരിക്കാം, കുഞ്ഞുങ്ങളെ പറ്റിയുള്ള, തലമുറയെ പറ്റിയുള്ള, ഭാവിയെ പറ്റിയുള്ള ആകുലതകളായിരിക്കാം, ഭാരമായിരിക്കാം. എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ എൻ്റെ യേശുവിനാൽ എൻ്റെ ഈ പ്രതിസന്ധിയിൽ, ഈ ഞങ്ങളുടെ പരാജയത്തിൽ നിന്നും ഞങ്ങൾ ജയം പ്രാപിക്കും. ഈ തകർച്ചകളെ എല്ലാം മാറ്റി എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ തലമുറയെയും ഉയർത്തുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ആ വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉത്തരം നൽകുന്ന, നമുക്ക് മറുപടി നൽകുന്ന ഒരു ദൈവിക കരുതലിനെ, ദൈവിക സാന്നിധ്യത്തെ, ഒരു ദൈവിക സഹായത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിന് നാം ഒന്നാമത് ചെയ്യേണ്ടത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. അപ്പോൾ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അപ്പോൾ നാം ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കേണ്ടതല്ലയോ. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ, കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ, എൻ്റെ വിഷയത്തിൻ്റെ മേൽ എൻ്റെ യേശു എനിക്ക് ഉത്തരം നൽകുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ നാം കടന്നു വന്നാൽ നിശ്ചയമായി നമുക്ക് ജയം പ്രാപിക്കുവാൻ, നമ്മുടെ വിഷയത്തിൻ്റെ മേൽ അത്ഭുതങ്ങളെ, അതിശയങ്ങളെ കാണുവാൻ സാധിക്കും. എബ്രായർക്കെഴുതിയ ലേഖനം 11:1 വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അപ്പോൾ വിശ്വാസമെന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. ഒരുപക്ഷെ നിൻ്റെ കുടുംബ ജീവിതത്തിൽ വലിയ ഒരു സാമ്പത്തിക തകർച്ചയായിരിക്കാം. 50 ലക്ഷമോ 50 കോടിയോ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ 100 കോടി ആയിക്കൊള്ളട്ടെ, എത്രയോ സാമ്പത്തിക തകർച്ചയായിക്കൊള്ളട്ടെ, നീ ദൈവസന്നിധിയിൽ, യേശുവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് അബ്രഹാമിനെ പോലെ നീ ഒരു യാഗപീഠം പണിഞ്ഞ് ഒരു പ്രാർത്ഥനയ്ക്കുവാൻ നീ പ്രത്യേകമായ പ്രാർത്ഥനാപീഠം ഒരുക്കിക്കൊണ്ട് നീ ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നീ വിശ്വാസത്തോടെ ഒന്ന് പ്രഖ്യാപിക്കണം: എൻ്റെ ദൈവത്താൽ എൻ്റെ കടങ്ങളെ മുഴുവനും മാറും. ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ
അത് കാണുന്നു എന്ന് അത് പ്രഖ്യാപിക്കുവാൻ നാം സാധിക്കണം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അപ്പോൾ നമുക്കത് ഒന്ന് നിശ്ചയിക്കുവാൻ, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ പ്രതിസന്ധിയിൽ മറികടക്കും, എൻ്റെ ദൈവത്താൽ ഈ സാമ്പത്തിക വിഷയത്തിന് മേൽ ഞാൻ ജയം പ്രാപിക്കും, എൻ്റെ ദൈവത്താൽ എൻ്റെ ആത്മീയ ശോധനയിൽ നിന്ന് ഞാൻ ജയം പ്രാപിക്കും. ഒന്ന് ഉൾക്കാഴ്ചയിലൊന്ന് കാണുവാൻ നമുക്ക് സാധിച്ചാൽ നിശ്ചയമായി നമുക്ക് ജയം നൽകുന്ന ഒരു ദൈവത്തെ കാണുവാൻ സാധിക്കും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അപ്പോൾ വിശ്വസിക്കുക, എൻ്റെ ദൈവത്താൽ ഈ പ്രതിസന്ധി, എൻ്റെ തലമുറയെ പറ്റിയുള്ള പ്രതിസന്ധി, എൻ്റെ കർത്താവ് എനിക്ക് അതിൻ്റെ മേൽ ജയം നൽകി എൻ്റെ തലമുറയെ അനുഗ്രഹിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചാൽ നമുക്ക് അതിൽ നിന്ന് ജയത്തെ കാണുവാൻ സാധിക്കും. അതേ എബ്രായർ 11:6 വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? വിശ്വാസത്താൽ നോഹ അവരെ കാണാത്തവരെക്കുറിച്ച് അരുൾപ്പാടുണ്ടായി ഭയഭക്തിപൂണ്ട് തൻ്റെ കുടുംബത്തെയും രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അപ്പോൾ നോഹയുടെ കാലഘട്ടത്തിൽ മ്ലേച്ഛകരമായ കാലഘട്ടമായിരുന്നു. ഇന്നത്തെ പോലെ മ്ലേച്ഛകരമായി ആണും പെണ്ണുമായി അതേ മോശകരമായ കാലഘട്ടത്തിലാണ് നോഹ ദൈവത്തോട് കൂടെ നടന്ന വ്യക്തിയാണ്. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 6-ാം അധ്യായം നമ്മൾ കാണുമ്പോൾ നോഹയെ ഒരു സ്നേഹിതനെ പോലെ കൂടെ നടന്ന ഒരു നോഹയെ നമുക്ക് കാണുവാൻ സാധിക്കും. നീതിമാനായ നോഹ. ആ നോഹയോട് ദൈവം കൽപ്പിച്ചു, നോഹേ നീ ഒരു പേട്ടകം പണിയണം, ഈ ജനത്തിൻ്റെ അതിക്രമം കണ്ടുകൊണ്ട് ഞാൻ ഈ ജനത്തെ, ഈ ദേശത്തെ ഞാൻ നശിപ്പിക്കുവാൻ പോകുകയാണ്, നീ ഒരു പേട്ടകം പണിയണമെന്ന് നോഹയോട് കൽപ്പിച്ചു. നോഹ അത് വിശ്വാസത്തോടെ ചെയ്യുവാൻ സാധിച്ചു. എന്നാൽ അതിൻ്റെ കണക്കുകളെ ദൈവം നോഹയോട് പറഞ്ഞു. 300 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവുമുള്ള പെട്ടകം, അതിന് പല പല അറകളുണ്ടാക്കണം. ഉയരത്തിൽ നിന്നും 1 മുഴം താഴെ ഒരു കിളിവാതിലുണ്ടാക്കണം. നോഹ ആ ദൈവം പറഞ്ഞ വാക്കുകളെ അതെല്ലാം വിശ്വാസത്തോടെ അത് ചെയ്യുവാനിട വന്നു. നോഹയുടെയും കുടുംബവും ആ നോഹയും കുടുംബവും ജലപ്രളയം കടന്നു വന്നപ്പോൾ നോഹയും കുടുംബവും അതിലൂടെ രക്ഷ പ്രാപിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. നോഹ ദൈവം പറഞ്ഞ വാക്കുകളെ കേട്ടുകൊണ്ട് തൻ്റെ സമ്പത്ത് മുഴുവനും വെച്ചുകൊണ്ട് ഒരു വലിയ പെട്ടകമുണ്ടാക്കി. എന്നാൽ ദേശം മുഴുവനും ജലപ്രളയത്താൽ ദേശനിവാസികൾ എല്ലാം ചത്തൊടുങ്ങിയപ്പോൾ, ജന്തുക്കൾ കാട്ടുമൃഗങ്ങൾ മുഴുവനും മരിച്ചു പോയപ്പോൾ അവിടെ ഒരു കുടുംബം മാത്രമാണ് രക്ഷപ്പെട്ടത്, നോഹയുടെ കുടുംബം. എന്നെ കേൾക്കുന്ന എൻ്റെ വ്യക്തി ജീവിതമേ, അതേ നാം വിശ്വാസത്താൽ നമ്മുടെ പ്രതിസന്ധികളെ കാണുമ്പോൾ, അതേ എൻ്റെ വിഷയം ചെറുതാണ്, ഞാൻ സേവിക്കുന്ന എൻ്റെ കർത്താവ്, എൻ്റെ യേശു കർത്താവ് അവൻ വലിയവനാണ്, അവൻ സർവത്തിൻ്റെയും ഉടയവനായ ദൈവമാണ്, അവൻ താഴ്ന്ന ഭൂമിയിൽ ഇറങ്ങി വന്ന ദൈവമാണ്. ആ ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക്കെ പിടിക്കാതെ ആ ദാസരൂപമെടുത്ത ക്രിസ്തു, ആ യേശുവിനെ നാം ഒന്ന് വിശ്വസിക്കുവാൻ തീരുമാനമെടുത്താൽ നാം പരാജയപ്പെടുന്ന ചില മേഖലകളുണ്ട്. പരാജയപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതമേ, നിന്നെ ഉയർത്തുന്നവനാണ് എൻ്റെ ദൈവം. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വത്തെ, ദൈവത്തിൻ്റെ സ്നേഹത്തെ, ദൈവത്തിൻ്റെ കരുതലിനെ നിനക്ക് രുചിച്ചറിയുവാൻ സാധിക്കും. വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അതിനല്ലോ പൂർവികന്മാർ സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല, കാരണമായ വരുമാറും ലോകം തൻ്റെ വചനത്താൽ നിയമിക്കപ്പെട്ടു.
അപ്പോൾ ഈ കാണുന്ന ലോകം മുഴുവനും തൻ്റെ വചനത്താൽ നിയമിക്കപ്പെട്ടു. അത് ഉൽപ്പത്തി പുസ്തകം നമുക്ക് വായിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ 1-ാം അധ്യായം നമ്മൾ വായിച്ചാൽ കാണുവാൻ സാധിക്കുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. ആഴത്തിനു മീതെ ഇരുളുണ്ടായി. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സായി 1-ാം ദിവസം. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഈ ആകാശവും ഭൂമണ്ഡലങ്ങളും ഗോളങ്ങളും മുഴുവനും അവൻ ഒരു രാത്രിയാൽ സർവവും സൃഷ്ടിച്ചു. സർവപ്രപഞ്ചത്തെയും സർവഭൂമിയുടെ ഗോളങ്ങളെയും ആകാശവും ഭൂമിയെയും അവൻ സർവത്തെയും ഉളവാക്കിയ തൻ്റെ വചനത്താൽ അവൻ ഉരുവാക്കി. ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായനിൽ ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവനെ നീതിമാനെന്ന് സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാട് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരുന്നു. വിശ്വാസത്താൽ ഹാനോക്ക് മരണത്താൽ എടുക്കപ്പെട്ടു. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി. അവൻ ദൈവത്തെ പ്രസാദിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ തന്നെ സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്നും നാം വിശ്വസിക്കേണ്ടതല്ലയോ? എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ വിഷയത്തിൻ്റെ മേൽ അവൻ ഇന്ന് എൻ്റെ കുടുംബത്തിന് ഉത്തരം നൽകിയെന്ന് നാം വിശ്വസിച്ച് കടന്നു പോകുമ്പോൾ നമുക്ക് നോഹയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ, അതിശയത്തെ കണ്ട അതേ അതിശയം നമ്മുടെ ജീവിതത്തിലും കാണുവാൻ സാധിക്കും. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി. അവൻ ദൈവത്തെ പ്രസാദിച്ചു. അവൻ എടുക്കപ്പെട്ടു മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. അപ്പം നാം ദൈവത്തിൽ പ്രസാദിക്കണമെങ്കിൽ നാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരായി, വിശ്വാസത്തോടെ നാം റിലീസ് ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. വിശ്വാസത്തോടെ തകരുന്ന വാക്കുകളല്ല, വിശ്വാസത്തോടെ ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നവരായി ഞാൻ എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും, എൻ്റെ തലമുറകൾ ഉയരുമെന്ന് നാം പറയുന്നവരായി, എൻ്റെ കുടുംബം ഉയരുമെന്ന്, എൻ്റെ ബിസിനസ് മേഖല ഉയരുമെന്ന് പറയുന്നവരായി മാറണം. എൻ്റെ കണ്ണുനീരുകളെ മാറ്റുമെന്ന് പറയുന്നവരായി മാറണം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.